അമലയ്ക്ക് വിജയാശംസകൾ. കണ്ടെടുത്തോളം കേട്ടെടുത്തോളം ഒരു നല്ല വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരെയും ഒന്നേപോലെ കാണുന്ന ഒരു വ്യക്തി തന്നെ. അതുകൊണ്ട് അവർക്ക് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന്. ഇന്ന് ഒരൊറ്റ വീട്ടിലും ആരും പറയില്ല എൻ്റെ അമ്മ തൊഴിലുറപ്പിന് പോകണ്ട. ഈ തൊഴിലുറപ്പ് അതേ വേളയിൽ ഞങ്ങൾക്ക് വോട്ടെടുപ്പ് വേണം. നടത്തിക്കൊണ്ടുവരുന്ന വികസനങ്ങൾക്ക് ഒരു തുടർച്ച നൽകുവാൻ വേണ്ടി അമല ടീച്ചറിനെ കൈപ്പത്തി അടയാളത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിലൂടെ എന്നൊരു പങ്ക്തിയുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ പൊതുപ്രവർത്തനം ജനക്ഷേമത്തിനാവണം എന്ന സെഗ്മെൻറ്റിലെ മൂന്നാമത്തെ വീഡിയോയാണ് ഇത്. ഞാനിന്ന് നിൽക്കുന്നത് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാമം എന്ന സ്ഥലത്താണ്. വലിയൊരു ഗ്രാമപഞ്ചായത്താണ് പൂവച്ചൽ പഞ്ചായത്ത്. ഇപ്പോൾ പുതുതായിട്ട് ചേർത്ത് ഉൾപ്പെടെ 24 വാർഡോളമാണ് പൂവച്ചൽ പഞ്ചായത്തിലുള്ളത്. അതിൽ കല്ലാമം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് ഒരു അധ്യാപിക മത്സരിക്കുകയാണ്. അമല എന്നാണ് അധ്യാപികയുടെ പേര്. ആര്യനാട് വില്ല നസ്രത്ത് സ്കൂളിലെ അധ്യാപികയാണ് അമല ടീച്ചറെ ഈ കല്ലാമത്ത് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. ഏകദേശം 15 വർഷത്തോളമായി ഇവിടെ വന്നിട്ട് 8 വർഷത്തോളമായി വില്ല നസ്രത്ത് സ്കൂളിലെ അധ്യാപികയാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ അമല ടീച്ചറോട് തന്നെ ചോദിച്ചറിയാം. കല്ലാമം വാർഡിലെ ഒരു തൊഴിലുറപ്പ് സ്ഥലത്ത് നിന്നാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയായ അമല ടീച്ചറെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടീച്ചറിലോട്ട് പോവാം. ടീച്ചറെ വരും. നമസ്കാരം. എൻ്റെ പേര് സുമേഷ് കോട്ടൂർ എന്നാണ്. കോട്ടൂരാണ് താമസം. ഇനി ബാക്കിയുള്ളതെല്ലാം ടീച്ചർ തന്നെ പറയട്ടെ. നമസ്കാരം, എൻ്റെ പേര് അമല. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ആര്യനാട് വില്ല നസ്രത്ത് സ്കൂളിലെ ടീച്ചറാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊതുപ്രവർത്തന രംഗത്തും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി വീരണാവ് മണ്ഡലത്തിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. അതുപോലെ അരുവിക്കര നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയാണ്. അങ്ങനെയുള്ള പദവികളിലിരിക്കെ തന്നെ സമൂഹത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ പട്ടകുളം പന്നിയോട് റോഡ് പൊളിഞ്ഞു കിടന്ന സമയത്ത് എൻ്റെ മക്കളുമായിട്ടൊക്കെ ഞാനവിടെ സമരം ചെയ്യുകയും അതിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് തന്നെ അതിനൊരു പ്രതിവിധി വരികയുണ്ടായി. പിറ്റേന്ന് തന്നെ ആ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യ സ്റ്റെപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ പങ്കാളിയാണ്. പിന്നെ എനിക്ക് സമയം കിട്ടുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. ഇപ്പം വന്ന അവളെ ഭർത്താവും നല്ല സ്നേഹമാണ് നമ്മളെ. അതുകൊണ്ട് അവർക്ക് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന്. അവരെ പറ്റി നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഇതുവരെ നമ്മൾ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം ഒരു നല്ല വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു മെമ്പറായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏത് കാര്യത്തിന് ഒരു മരണമായാലും എന്തൊരു കാര്യത്തിന് അത് മുൻപന്തിൽ തന്നെ എല്ലാവരെയും ഒന്നേപോലെ കാണുന്ന ഒരു വ്യക്തി തന്നെ. അതേ വേളയിൽ ഞങ്ങൾക്ക് ശരിയാക്കി തരണം. വോട്ടെടുപ്പ് വേണം. വോട്ടെടുപ്പ് വേണ്ടാന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. വോട്ടെടുപ്പ് വേണം. അതേ വേളയിൽ ഞങ്ങൾക്ക് വോട്ടെടുപ്പ് വേണം. അല്ലെങ്കിൽ ഒരിക്കൽ കയറി 2 കയറി വരുമ്പോൾ ഞങ്ങളെ കാലികൾ ഒടിയുകയാണ്. ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ശക്തിയില്ല. അമലയ്ക്ക് വിജയാശംസകൾ. അവൾ വിജയിച്ച് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ UDF മെമ്പർ അല്ലായിരുന്നു ഈ വാർഡിൽ ബോബി അലക്സിസ് അല്ലേ? എങ്ങനെയായിരുന്നു ബോബി അലക്സിസിന്റെ പ്രവർത്തനമൊക്കെ? കൊള്ളാം. ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഓടിയെത്തേയും ഒരു മരണം വന്ന ഓടിയെത്തേയും ഒക്കെ ചെയ്യും. വന്നാൽ അത് ക്ലിയർ ആക്കിയിട്ടേ പോവുള്ളൂ. 25-30ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. അവരുടെ കുറേ പരിഭവവും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അമല ടീച്ചറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ
ജോലി ചെയ്ത് വേറെ വീടുകളിൽ പോയി മറ്റ് സിമൻറ്റ് ചാക്ക് ചുമന്നു അങ്ങനത്തെ ജോലി ചെയ്താണ് എന്നെ പഠിപ്പിച്ചത്. അപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ പറയും, അമ്മ കൂലിപ്പണിക്ക് പോകുന്ന കുട്ടിയാണ്, അമ്മ കൂലിപ്പണിക്ക് പോകുന്ന കുട്ടിയാണെന്ന് പറയും. പക്ഷേ ആ സങ്കടം മാറിയത് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയപ്പോഴാണ്. സത്യമായിട്ടും സമൂഹത്തിൽ നമുക്കൊരു വിലയും നിലയും ഉണ്ടായത്. അതായത് ഞാനൊരു കുട്ടിയെന്ന നിലയിൽ എൻ്റെ അമ്മ വീട്ടു ജോലിക്കും മറ്റ് സിമൻറ്റ് ചാക്ക് ചുമക്കാനുള്ള ജോലിക്കും പോകുമ്പോൾ എനിക്കത് നാണക്കേടായിരുന്നു. പക്ഷേ ഇന്ന് ഒരൊറ്റ വീട്ടിലും ആരും പറയില്ല എൻ്റെ അമ്മ തൊഴിലുറപ്പിന് പോകണ്ട, എനിക്കത് നാണക്കേടാണെന്ന് പറയില്ല. പിന്നെ ഈ പറഞ്ഞ റോഡ് പ്രശ്നത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ 24 വാർഡുണ്ട്. 24 വാർഡിൽ നേരത്തെ 23 വാർഡുണ്ട്. 23 വാർഡിൽ ഏറ്റവും കൂടുതൽ റോഡ് വികസനവും ഈ വെള്ളമില്ലാതെ നടന്ന കുറച്ച് വീടുകളുണ്ട്. അവിടെയൊക്കെ വെള്ളം എത്തിച്ചതും ഈ കോൺഗ്രസ് ഭരണത്തിലിരുന്ന ഈ വാർഡിലാണ്. പതിമൂന്ന് വർഷം കൊണ്ട് എനിക്കറിയാം 100% സത്യസന്ധമായിട്ട് കല്ലാം വാർഡിൽ പ്രവർത്തിക്കാനും നല്ല വിജയത്തിൽ വരുവാനും വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. വികസന പ്രവർത്തനങ്ങളായാലും നേരത്തെ നമ്മുടെ കോൺഗ്രസിൻ്റെ പാർട്ടിയിലും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കാനും പിന്നെ പള്ളിയിലെ കാര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും മുൻപന്തിയിലാണ്. പിന്നെ വാർഡിൻ്റെ പ്രവർത്തനം വിജയിച്ച് വന്നു കഴിഞ്ഞാൽ 100% സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുമെന്ന് 100% ഉറപ്പാണ്. നമസ്കാരം, എൻ്റെ പേര് ബോബി ലോഷ്യസ്. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാവം വാർഡിലെ UDFൻ്റെ മെമ്പറാണ്. നിലവിൽ പൂവച്ചൽ പഞ്ചായത്തിലെ കല്ലാവം വാർഡിൽ മെമ്പറായിരിക്കുന്ന ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിഷ്പക്ഷമായ രീതിയിൽ ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം വികസനം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ 5 വർഷം ജനങ്ങളോട് കൂടി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നത് എനിക്ക് വലിയൊരു വിജയമായാണ് ഞാൻ കരുതുന്നത്. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുക്കുന്ന PMI ലൈഫ് പദ്ധതി വഴി കൂടുതൽ വീടുകൾ കൊടുത്ത ഒരു വാർഡാണ് കല്ലാവം വാർഡ്. അതിനപ്പുറം പഞ്ചായത്തിൽ നിന്നും മറ്റ് കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് 100% പ്രവർത്തനങ്ങൾ നമ്മുടെ കല്ലാവം വാർഡിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. NRGS ആയിരുന്നാലും ശരി, LSDD ആയിരുന്നാലും ശരി, ഉൾപ്പെടെയുള്ള റോഡുകൾ ഉൾപ്പെടെ എല്ലാ ഫണ്ടും വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പുതിയ കല്ലാവം വാർഡിലേക്ക് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അമല ടീച്ചറാണ്. അമല ടീച്ചറിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ 10-13 വർഷമായി അമല ടീച്ചറിനെ നേരിട്ടറിയാം. 7 വർഷക്കാലമായി അമല ടീച്ചർ നർസറത്ത് സ്കൂളിൻ്റെ അധ്യാപകയായിരുന്നു. ഇതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഭംഗിയായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തിയും കൂടെയാണ് ടീച്ചർ. മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. നമ്മുടെ ഈ മേഖലയിലെല്ലാം എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. നടത്തിക്കൊണ്ടുവരുന്ന വികസനങ്ങൾക്ക് ഒരു തുടർച്ച നൽകുവാൻ വേണ്ടി അമല ടീച്ചറിനെ കൈപ്പത്തി അടയാളത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് ജയിച്ചു വന്നാൽ എന്താണ് ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്? ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കർഷക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളാണുള്ളത്. ഒരു കർഷകന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് കണ്ടെത്തി അത് കർഷകനിലെത്തിക്കും. ജംഗ്ഷൻ മുതൽ എളംപ്ലാമൂട് ക്ഷേത്രം ഉൾപ്പെടെ അത് ചുറ്റി അരുവിക്കുഴി കയറി ഇളഞ്ചിറ കയറി നമുക്കിവിടെ പന്നിയോട് ക്ഷേത്രം വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് കല്ലാവം വാർഡിൽ ഉൾപ്പെടുന്നത്. ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണിത്. വികസനങ്ങൾ വാർഡിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസനങ്ങളുടെ തുടർച്ചയായിട്ട് എല്ലാം എന്നാലാവുന്ന വിധം പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കുന്ന വീട് പൊളിച്ചിട്ട് അവിടെ ബേസ്മെൻറ്റ് കെട്ടി അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് സർക്കാരിന് അയച്ചു കൊടുക്കേണ്ട കാര്യമുള്ളത് കൊണ്ട്
താമസിച്ചുകൊണ്ടിരുന്ന വീട് പൊളിച്ച് ഷെഡിൽ കഴിയുന്ന ഒരുപാട് ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു. ലൈഫ് ഭവന പദ്ധതിയുടെ 1, 2 ആദ്യത്തെ ഘടു മാത്രമാണ് ആളുകളുടെ കൈവശം എത്തിയിട്ടുള്ളത്. ആ പൈസ എത്രയും വേഗം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ വാസയോഗ്യമല്ലാത്ത വീടുകൾ, അതായത് പകുതിയായിട്ട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത വീടുകളുടെ മെയിൻ്റനൻസുകളും എത്തിച്ചു കൊടുക്കുന്നതിനാൽ എന്നാലാവുന്ന വിധം ഞാൻ പരിശ്രമിക്കും. നിലവിലെ മെമ്പർ ബോബി അലോഷ്യസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറേ മാത്രമൊക്കെ ചെയ്തിട്ടുണ്ട്. ഏത് മെമ്പറത്തിനും തികച്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പൂവച്ചൽ പഞ്ചായത്തിലെ കല്ലാമം വാർഡിൽ ഞാനിപ്പോൾ ജനവിധി നേരിടുകയാണ്. നിങ്ങളിലൊരാളായി, നിങ്ങളുടെ മകളായി, നിങ്ങളുടെ കൂട്ടുകാരിയായി, നിങ്ങളുടെ അയൽവാസിയായി എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ്. എല്ലാവരും എനിക്ക് വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു.